എല്ലാവരും സമ്മതിക്കും കുഞ്ഞുങ്ങൾ അമൂല്യ നിധിയാണെന്ന്. കുഞ്ഞുങ്ങൾ നമ്മളുടെ പ്രതീക്ഷയാണ്. എല്ലാവരും സമ്മതിക്കുമെങ്കിലും എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ നമ്മളുടെ മുൻഗണനയല്ല? എല്ലാ സഭകളും എല്ലാ ശുശ്രൂഷകന്മാരും എല്ലാവരും അടുത്ത തലമുറയെ തയ്യാറാക്കുവാൻ കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. 75% സഭകളും ഉല്ലാസ നൗകകളെ പോലെയാണ്. അവർ അവരിൽ തന്നെ ആനന്ദിച്ച് മുന്നോട്ടു പോകും. സഭയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ കരുതുന്നതേയില്ല. ആരാധനയിൽ പങ്കെടുക്കുക, സ്തോത്രകാഴ്ചയിടുക, സഭാജീവിതത്തിൽ സന്തോഷിക്കുക മാത്രം. ഒരു ഉല്ലാസ നൗകയിൽ നിന്നും യുദ്ധക്കപ്പലിലേക്ക് സഭയെ നാം മാറ്റേണ്ടതാണ്. ഒരു ഉല്ലാസ കപ്പലിൽ കുറച്ചു പേർക്ക് മാത്രം ജോലി ചെയ്യുകയും അനേകർ കുറ്റം പറയുകയും ചെയ്യും. ഒരു യുദ്ധക്കപ്പലിൽ ആരും തന്നെ കുറ്റം പറയുന്നില്ല. എല്ലാവരും ജോലി ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക്, അത് യുദ്ധത്തിൽ ജയിക്കുക എന്നതാണ്. നാം ഒരു ആത്മീയ യുദ്ധത്തിലാണെന്ന് ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നു. ശത്രുവായ സാത്താൻ എപ്പോഴും സഭയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നമുക്ക് ഒരു സൈനിക മനോഭാവം ആവശ്യമാണ്. നമുക്ക് നമ്മുടെ സഭയെയും കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാം സ്വാധീനിക്കുന്നതിന് മുൻപ്, മതേതരത്വം സ്വാധീനിക്കുന്നതിന് മുൻപ്, ഭൗതികവാദം സുനാമി പോലെ 414 ജാലകം വ്യക്തികളിൽ തയ്യാറാക്കപ്പെടുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ജീവിതത്തിലെ കാലഘട്ടമാണ്. അവരുടെ വ്യക്തിത്വം, കാഴ്ചപ്പാടുകൾ, മൂല്യക്രമം, മുൻഗണനകൾ എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ 414 ജാലകം പ്രാധാന്യവും അത്യാവശ്യവുമാണ്, പ്രത്യേകിച്ചും അടുത്ത തലമുറയെ സന്ദർശിക്കുന്നതിന്. സമൂഹത്തെ, രാജ്യങ്ങളെ പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ കുഞ്ഞുങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. എല്ലാം രൂപകൽപ്പന ചെയ്യുന്നു.